അപ്പോൾ ഇത് എനിക്ക് റീസെൻ്റ്ലി ഇപ്പം ഒരു 4 ദിവസം മുന്നേ ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഇൻഫോ പാർക്കിനടുത്ത് രാവിലെ ഒരു പിക്കപ്പിന് പോയതാണ്. ഞാൻ ടാക്സി ഡ്രൈവറാണ് ഇവിടെ എറണാകുളത്ത്. അപ്പോൾ ഒരു പിക്കപ്പിന് പോയപ്പോൾ ഒരു പെൺകുട്ടി വണ്ടി കയറുന്നു. ടുവാർഡ്സ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് രാവിലെ. phase 2 ആണ് ലൊക്കേഷൻ. അപ്പോൾ പെൺകുട്ടി ആരോട് സംസാരിക്കുന്നുണ്ട്, ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എക്സ് ബോയ് ഫ്രണ്ടോട് സംസാരിക്കുന്നുണ്ട്. എക്സ് ബോയ് ഫ്രണ്ടോട് വളരെ ചില്ലായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിക്ക് കോൾ കട്ട് ചെയ്യണം. അതായത് പിന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ല മ്യൂസിക് പാട്ടൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഈ പാസഞ്ചർക്ക്, ഈ പെൺകുട്ടിക്ക്. അപ്പോൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് കോൾ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തലയുറ്റുന്നു, എനിക്ക് അതാണ് ഇതാണ്, എനിക്ക് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ആ കോൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ വൈറ്റിലെ അടുത്തെത്തിയപ്പോൾ കോൾ കട്ടായ ഉടനെ തന്നെ പുള്ളിക്കാരി കുറച്ച് ശകലം മുന്നോട്ടേക്ക് ഇരുന്ന് എന്നോട് സംസാരിക്കേണ്ടായി. എന്തൊക്കെയാണ്, എവിടെയാണെന്നൊക്കെ ചോദിച്ചു. ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണൊരു പൂച്ചയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയമുണ്ടാവും. ഫ്രണ്ട്ലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് തരത്തിലാണെന്നുള്ളൊരു നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ സംസാരിച്ചു. ഏകദേശം എൻ്റെ നാട്ടുകാരിയാണ്. എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് 70 കിലോമീറ്റർ മേബി, അത്രേ ഉള്ളൂ. മലബാറുകാരിയാണ്. സംസാരിച്ചു. എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ സംസാരിക്കും. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ നേരത്ത് 500 രൂപ തന്നു. എൻ്റെ കയ്യിൽ ബാലൻസ് കൊടുക്കാനില്ല. ഞാൻ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ QR ആണോ നമ്പറാണോ എന്ന് ചോദിച്ചു. നമ്പർ പറഞ്ഞു തന്നു. ഞാൻ ആ നമ്പറിലേക്ക് എമൗണ്ട് കൊടുത്തു. ബാക്കിയായിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ് മേ ബി കുറച്ച് സമയം കഴിയുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒന്നുകിൽ യൂബറിൽ തപ്പിപ്പിടിച്ചിട്ട് എൻ്റെ നമ്പറിലേക്ക് വിളിക്കാനോ, അല്ലെങ്കിൽ മേ ബി എൻ്റെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ അതിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി തന്നെയാണ് കിടക്കുന്നത്. ഒന്നുകിൽ അതുവഴി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വഴിയിൽ എന്നെ തപ്പിപ്പിടിച്ച് വരാനോ അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ മെസ്സേജ് അയക്കാനുള്ള സാധ്യത എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നമുക്ക് മനസ്സിലാവും, സംസാരിക്കുമ്പം മനസ്സിലാവും ആളുടെ ഇൻറ്റൻഷൻ എന്താണ്, അല്ലെങ്കിൽ ആളുടെ സംസാരം എങ്ങോട്ടേക്കാണ്. മോശമായിട്ടൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്കെന്താ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു മെസ്സേജ് വന്നു ഗൂഗിൾ പേയിൽ. അതായത് അവൾ തന്ന 500 രൂപയിൽ 100 രൂപ അധികമായിട്ട് ആയിപ്പോയിട്ടുണ്ടോ എന്നവരോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചെക്ക് ചെയ്തു, വണ്ടിക്കകത്ത് ചെക്ക് ചെയ്തു, കണ്ടില്ല. ഹലോ, ഞാൻ ഡ്രൈവറാണ്. എന്താ 100 എന്താ മിസ്സായി പോയാ? കാണാനില്ല. അപ്പൊ ഞാൻ തന്നേല് വണ്ടിയിൽ ടിക്കറ്റ് എടുക്കുന്ന ടൈമിലായിരുന്നു. വണ്ടിക്കകത്തില്ല, അവരുടെ പേഴ്സിൽ ആകെ 500 മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ബാലൻസ് ഉണ്ടായിരുന്നില്ല. 500 തന്നെയാണ്, വേറെ ഒന്നും പേഴ്സിലും ഇല്ല. പിന്നെ ഞാൻ കാറിനകത്തും ഞാൻ നോക്കിയൊന്നും കാണുന്നില്ല. മേ ബി ബാഗിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടാവും. ഞാൻ എന്നിട്ട് എൻ്റെ കയ്യിൽ ആ ഗൂഗിൾ പേൻ്റെ നമ്പറുള്ളത് കാരണം ഞാൻ അത് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വാഹനത്തിനകത്തോ എനിക്കോ അഡീഷണൽ 100 രൂപ ഒന്നും കിട്ടിയിട്ടില്ല. മേ ബി നിങ്ങളുടെ ബാഗിൽ തന്നെ ആയിരിക്കും ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കോൾ കട്ട് ചെയ്തു. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ പെൺകുട്ടി ആ നമ്പർ, എൻ്റെ നമ്പർ സേവ് ചെയ്യുകയും വൈകിട്ടാകുമ്പം എനിക്ക് മെസ്സേജ് അയച്ചു. ആ പൈസ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ തിരിച്ച് എന്തോ സ്മൈലി കണ്ട് റിപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞു. ഞാൻ വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. എനിക്കറിയായിരുന്നു അവളിങ്ങനെ വളഞ്ഞ വഴിക്ക് നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കും എന്നുള്ളത് എനിക്കറിയാം. 22-23 വയസ്സുള്ള പെൺകുട്ടിക്ക് എന്നെക്കാട്ടും ഒരു 5-6 വയസ്സ് കുറവുണ്ട്. പഠിക്കുവാണ്, ജോലിയല്ല, ഇൻഫോ പാർക്കിൽ ജോലിയല്ല, പഠിക്കുവാണ്. എന്നിട്ടെന്താ അടുത്ത ദിവസം മെസ്സേജ് അയച്ചു. ഞാനായിട്ട് അങ്ങോട്ട് ഫ്ലേർട്ട് ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ല, കാരണം എനിക്ക് ആവശ്യമില്ല. എന്തിനാണ് നമ്മൾ ഈ ടെമ്പററി ഇൻറ്ററാക്ഷൻ മാക്സിമം ഒഴിവാക്കുന്നില്ല നമുക്ക് നല്ലത്. അപ്പോൾ എനിക്കിങ്ങനെ സംശയങ്ങളുണ്ടായിരുന്നു, ഞാനത് എവിടം വരെ എത്തും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം ഇതേപോലത്തെ കുറേ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവരുടെ ആ ഒരു ത്വര, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇങ്ങനെ ഒരു താല്പര്യം വരാൻ കാരണം, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പിന്നെ ഇപ്പം നഗരങ്ങളിൽ പെൺകുട്ടികൾ പിന്നെ യാതൊരുവിധ ഇതും ഇല്ലാതെയാണ് അവരെന്ത് ചെയ്യുന്നത്, പലരുമായിട്ടും ഈ ശാരീരിക ബന്ധത്തിലും അല്ലെ അവർ തോന്നിയ പോലെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ആള് അടുത്ത ദിവസം മെസ്സേജ് അയക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തോടെ, എങ്ങനെ ഉണ്ടായിരുന്നു, ഞാനായിരുന്നല്ലോ ആദ്യത്തെ പാസഞ്ചർ എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിക്കാൻ തയ്യാറായി. ഞാനത് നമ്മൾ പിന്നെ എന്താ പറയണ്ടേ, അതിനണക്കായിട്ട് എൻ്റർടൈൻ ചെയ്ത് വിട്ടു. വേറെ മോശമായിട്ടൊന്നുമില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ചെറിയ റിപ്ലൈ ഒക്കെ കൊടുത്തതിന് വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട്, അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജിനൊക്കെ ബാക്ക് ടു ബാക്ക്, അതായത് ആ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് റിപ്ലൈ കിട്ടും. അപ്പോൾ ആളിങ്ങനെ ഒരു നമ്മളെ സെഡ്യൂസ് ചെയ്യാൻ പാകത്തിലല്ലേ, നമ്മളൊരു ആ രീതിയിൽ വശീകരിക്കാൻ പാകത്തിലാണ് നമ്മളെ മെസ്സേജ് അയക്കുന്നത്. സെക്സ്റ്റിംഗ് എന്നല്ല, ബട്ട് എന്നിരുന്നാലും നമുക്ക് ഒരു ആ രീതിയിൽ. അപ്പോൾ ഞാനപ്പോൾ തന്നെ വിളിച്ചിട്ട് സംസാരിച്ചു. ആ സംസാരം ഒരു 2-2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. മേ ബി ആൾക്ക് എന്തെങ്കിലും വല്ല മാനസിക പ്രശ്നം ഉണ്ടായിരിക്കാം. അതായത് മേ ബി ആള് പല ട്രോമയിലൂടെ അല്ലെങ്കിൽ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം. മേ ബി ആളൊരു ടോക്കറ്റീവ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഭയങ്കര ടോക്കറ്റീവ് പേഴ്സൺ ആയിരിക്കാം, എന്തോ. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നു. എന്നിട്ട് അവള് ഇങ്ങനെ, എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ നല്ല പെൺകുട്ടികളെ കിട്ടാൻ ഭയങ്കര പാടാണ്.
ഇപ്പം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് മറ്റേ വൾഗാരിറ്റി അല്ലെങ്കിൽ 18+ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇപ്പം ജോണി സിൻസ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോണി സിൻസ് ആണോ, ഓ ഞാൻ മറ്റേ ആളുടെ ഫാനാ എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബൈറ്റ് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയാതെ തന്നെ എന്തോ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു അവർ തമ്മിൽ ഫിസിക്കലി അവർ ചെയ്തിട്ടുണ്ട് 17 വയസ്സിലോ ഹൈർ സെക്കൻഡറി സ്കൂൾ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, അതിലങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ആള് പഠിച്ചത് UG കഴിഞ്ഞത് ഒരു നല്ലൊരു കോളേജിലാണ്, ഒരു മെച്ചപ്പെട്ട അത്യാവശ്യം നല്ല രീതിയിലുള്ള പിന്നെ എന്താ പറയണ്ടേ നമ്മളെ പച്ച മലയാളത്തിൽ പറയുന്നത് അത്യാവശ്യം നല്ല കളിക്കാരൊക്കെ ഉള്ള കോളേജിൽ തന്നെ പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കും അത് എക്സ്പെക്ട് ചെയ്യാവുന്നുള്ളൂ. മേ ബി ഇവളൊക്കെ നല്ല രീതിയിൽ അവിടെ പൂണ്ട് വിളയാടിയ ഒരു പെൺകുട്ടി ആയിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാവുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കുത്തി ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അത് ഞാൻ എറണാകുളത്ത് ഇപ്പം പഠിക്കുന്ന സമയത്തും ഒരു 3 മാസം മുന്നേ വരെ എനിക്കൊരാളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ചാണ് സ്റ്റേ ഒക്കെ ചെയ്തത്. ബട്ട് വീട്ടുകാരുടെ മുമ്പിൽ അവർ പിന്നെ ഒരു 4-5 പെൺകുട്ടികൾ ചേർന്നിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിലും ബട്ട് ഇവള് നൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ കൂടുതലും ഈ പറഞ്ഞ ഈ മെയിൽ ബെസ്റ്റീന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന ആളോടാണ് അവളുള്ളത്. അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ അപ്പോൾ ഇവിടെ മുൻകാലങ്ങളിലുള്ള ഈ പറഞ്ഞ റിലേഷൻഷിപ്പുകളൊക്കെ വിടാൻ കാരണം ഈ ബോയ് ഫ്രണ്ട്സ് ഭയങ്കര ടോക്സിക് ആണെന്നാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു 2ാമത്തെ ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം എന്നോട് ചോദിക്കുവാണ്, നമ്മൾ തമ്മിൽ അധികം സംസാരിക്കുന്നൊന്നുമില്ലേ, രാവിലെ രാത്രിയൊക്കെ വല്ലപ്പോഴും ഇവിടെ മെസ്സേജ് അയച്ചാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും, വല്ലപ്പോഴും ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും, ദാറ്റ്സ് ഓൾ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അടുത്ത ദിവസം സംസാരിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് എന്തെങ്കിലും എന്നോട് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് എന്തെങ്കിലും ഒരു ഫീലിംഗ്സ് വരുന്നുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മളൊരു പ്രായത്തിൽ ഒരു ടീനേജ് ഒരു കൗമാര പ്രായക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ എളുപ്പം ഇങ്ങനെയുള്ള കെണികളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് പരിപാടികളൊക്കെ എളുപ്പം വീഴും ആൺകുട്ടികൾ. കാരണം അവർക്ക് ഫ്യൂച്ചറിനെ പറ്റി വലിയ ഇതൊന്നും ഉണ്ടാവില്ല, വീക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ ചുമ്മാ ഓക്കെ നല്ലൊരു ലൈഫാണ്, നല്ലൊരു ഗേൾ ഫ്രണ്ട് അടിച്ചു പൊളിക്കണം എന്നൊക്കെയുള്ളൊരു മൈൻഡ് മാത്രമായിരിക്കും. ബട്ട് ഫോർ മീ ആസ് എ യങ് അഡൾട്ട് എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ നിറവേറ്റാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അംബീഷ്യസ് ആയിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഈ ലെസ്റ്റ് കാമം ഇതിന് ദർ ഇസ് നോ പോസിബിലിറ്റി ഫോർ ദാറ്റ്. അപ്പോൾ അത് അങ്ങനെ ഇതൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് അടുത്ത ദിവസം എന്നോട് ചോദിച്ചത്, ഐ വാണ്ടഡ് യു ടു ബി വിത്ത് മീ ഫോർ എവർ എക്സെട്ര എക്സെട്ര. പിന്നെ കുറേ ഫിലോസഫികൾ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള പ്രൂഫ്, അതായത് ആള് നല്ല ഒന്നാന്തരം ഒരു പ്ലേ ഗേൾ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് എന്നിരുന്നാലും ആള് നല്ല ഒന്നാന്തരം എന്താ പറയണ്ടേ ഉടായിപ്പത്തിയാണെന്ന് പ്രൂവ് ചെയ്യാൻ പാകത്തിലുള്ള എല്ലാ സംഭവങ്ങളും എൻ്റെ പക്കലുണ്ട്. ഞാനിത് ഷെയർ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് വലിയ സംഭവമൊന്നുമല്ല, എൻ്റെ ലൈഫിൽ നടന്ന വലിയ സംഭവമൊന്നുമല്ല. ബട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ട്രാപ്പിൽ ഒരു 8-7 വർഷം മുന്നേ ഞാൻ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടുപോയിട്ട് എൻ്റെ ലൈഫ് ഞാൻ കൊണ്ടുവന്ന ഒരാളാണ്. അത് ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് ഉണ്ടായതിനെ തുടർന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, ഭയങ്കര ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കടന്നു പോയ ഒരാളാണ് ഞാൻ. എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റി, എനിക്ക് എൻ്റെ ഞാൻ അന്നത്തെ എന്തിലൊക്കെയായിരുന്നു ഇൻട്രസ്റ്റ് ആയിരുന്നത് അതിലൊക്കെയുള്ള എൻ്റെ ഓപ്പർച്യൂണിറ്റി എനിക്ക് കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആസ് എ മോട്ടോർ സൈക്ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എന്തൂസിയാസം എനിക്ക് പല സംഭവങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറേ പേര് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇത് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ യങ് ജനറേഷന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടും പിന്നെ ഈ യങ് ജനറേഷൻ എന്ന് പറയുമ്പം അത്യാവശ്യം കളി കളിക്കുന്ന ഈ പറഞ്ഞ ന്യൂബീസ്, ഈ 2K കിഡ്സ് ഉണ്ടല്ലോ. 2K കിഡ്സ് ഞാൻ അങ്ങനെ ജനറലായിട്ട് 2K കിഡ്സ് നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. അതിൽ തന്നെ നല്ല എത്രയോ നിഷ്കളങ്കരായിട്ട് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ പിള്ളമാർ എത്രയോ പേരുണ്ട്. അത്യാവശ്യം അടക്കം ഒതുക്കമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ബോഡി കൗണ്ട് കൂട്ടുന്ന പരിപാടികളൊന്നും ചെയ്യാത്ത കുറച്ച് മര്യാദയ്ക്ക് നടക്കുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. അവരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ബട്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ ഇനി വരുന്ന തലമുറയിൽ ഈ പെൺകുട്ടികളെല്ലാം കണക്കാം. നമുക്ക് ഈ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ പോയിട്ട് പുറം മോടി കണ്ടിട്ട് നല്ല ആപ്പിളാണല്ലോ, നല്ല വാട്ടുമ്പലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ട് മുറിച്ച് നോക്കി കഴിഞ്ഞാൽ അകത്ത് മൊത്തം കിടയിരിക്കും. അപ്പോൾ അതേപോലെയാണ് നമുക്ക് എന്താ പറയുക, നമുക്കങ്ങ് വിശ്വസിച്ച് നമുക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല വീട്ടിലോട്ട്. വീട്ടിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ 100 വട്ടം ആലോചിക്കണം. ഇനിയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ആ ഒരു എന്താ പറയണ്ടേ ചിന്താഗതിയായിട്ട് മുന്നോട്ടേക്ക് പോകുക. അതായത് അത്യാവശ്യം നിങ്ങളും അധികം റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇതുമായിട്ടൊക്കെ അഡാപ്റ്റ് ചെയ്ത് അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ചൂസി ആവുക. നിങ്ങൾ ശ്രദ്ധിക്കുക ലൈഫിൽ. ഇപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളെ ഇടയ്ക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കാണുന്ന പോലെ പിന്നെ ഈ 21ാം നൂറ്റാണ്ടിൽ പണ്ടത്തെ 90s വസന്തം അല്ലെങ്കിൽ 90s പ്രണയ ബന്ധങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ മറ്റേ അല്ലാതെ ഈ വെസ്റ്റേൺ കൾച്ചറിലൊക്കെ കാണുന്നത് പോലെയുള്ള പേക്കുത്തും ഇങ്ങനെയുള്ള കൾച്ചറൽ മാനർലെസ് ആയിട്ടുള്ള ആളുകളെയൊന്നല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോ അല്ല ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ട്രിപ്പ് അടിക്കുകയാണ്, അതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് വിത്ത് പ്രൂഫ് വിത്ത് എവിഡൻസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എനിക്ക് ആരും നാണം കെടുത്താൻ വേണ്ടിയിട്ടൊന്നുമില്ല. ബട്ട് എന്നിരുന്നാലും ഈ പിന്നെ എന്താ പറയണ്ടേ, നമ്മൾ ഒത്തിരി പേര് ഇപ്പം എന്നെ പൊക്കി അടിക്കുന്നില്ല. ബട്ട് എന്നിരുന്നാലും എന്നെ പോലത്തെ നമ്മൾ ഈ നിഷ്കളങ്കരായിട്ടുള്ള കുറേ ആമ്പിള്ളേരെ ഈ മൂഞ്ചിക്കുന്നുണ്ട്. പെൺപിള്ളേർ കാര്യത്തിൽ ഞാൻ ഈ യൂബർ ടാക്സി ഓടിക്കുന്ന ഒരാളാണ്.
5 വർഷമായിട്ട് ഇവിടെ ഓടിക്കുന്നുണ്ട്, 4 വർഷമായിട്ട് ഇവിടെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ 4 വർഷമായിട്ട് ഇവിടെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പല പാസഞ്ചേഴ്സ് നമുക്ക് കിട്ടും. അതായത് നമുക്ക് മനസ്സിലാവും അവരുടെ ബോഡി ലാംഗ്വേജ്, സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും, അവരെങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താ അവരുടെ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അതായത് പക്ക ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ആൾക്കാരുണ്ട്. അതായത് യു വാണ്ട് ഹാങ് ഔട്ട് വിത്ത് മീ, വി ക്യാൻ ഗോ ഫോർ സം ഡിന്നർ ആൻഡ് ഐ ഹാവ് എൻ അപ്പാർട്ട്മെന്റ് ഹിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആ രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഈ ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഈ ഫിസിക്കൽ നീഡ് ഇതൊക്കെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ബട്ട് ഫോർ മീ, ഞാൻ ചോദിക്കുന്നത് അതെല്ലാം ഉള്ളതിന് ഒരു പ്രകൃതി നിയമമാണ്. അത് പട്ടി കാണുന്നുണ്ടെങ്കിൽ, പൂച്ച കാണുന്നുണ്ടെങ്കിൽ, മനുഷ്യന്മാർ കാണുന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് തോന്നും. ബട്ട് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു പക്ക ഒരു വൃത്തികെട്ട തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറെ പുതിയ നവോത്ഥാന അല്ലെങ്കിൽ ന്യൂജൻ ഡാഷുകൾ വന്നിട്ട് ഇതിനകത്ത് വന്ന് കമന്റ് അടിക്കും. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് പറയുന്നത്, നിങ്ങളെ മക്കളെ ഇതേപോലെയാണ് കൊടുക്കുക. നിങ്ങളെ മക്കളെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക്, കോളേജ് അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് എവിടെയാണെങ്കിലും പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ പറ്റി നിങ്ങൾ ആലോചിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അവരെ പറ്റി നിങ്ങൾക്ക് ഒരു വേവലാതി ഉണ്ടാവുമോ? അല്ലെങ്കിൽ അവരും ഇതേപോലെയൊക്കെ കഴിഞ്ഞോട്ടെ, ലിവിങ് ടുഗദറും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹുക്കപ്പ് എന്താ പറയണ്ടേ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോയിക്കോട്ടെ എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ചോദിക്കുവാണ് നിങ്ങളോട്. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയൊരു നഗരം എന്ന് പറഞ്ഞാൽ എറണാകുളം, പിന്നെ ട്രിവാൻഡ്രം, തൃശ്ശൂർ, കാലിക്കറ്റ്, കണ്ണൂർ ഇതൊക്കെയാണ്. കേരളത്തിൽ ഇപ്പോൾ ഇത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ക്യാൻസർ മാത്രമാണ്. ഇപ്പം കുറച്ച് വില്ലേജ് ഏരിയകളിൽ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇത്രയും അങ്ങ് വ്യാപിപ്പിച്ചിട്ടില്ല. ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ HIV, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന എറണാകുളത്താണ്, കൊച്ചിൻ സിറ്റിയിൽ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നാനാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ പലരുമായിട്ടും ഇന്റർകോഴ്സ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെയുള്ള പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ, HIV എന്ന് പറഞ്ഞാൽ അതൊരു മാരക രോഗം തന്നെയാണ്, അത് ക്യാൻസർ പോലെ തന്നെയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊരു വേശ്യാവൃത്തി ചെയ്തു പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഡ് നോട്ട് ഗെറ്റ് മാരീഡ്. നിങ്ങൾ ആ തരത്തിലുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ എന്താണ് ചെയ്ത് കുഴപ്പമില്ല. ബട്ട് ഇങ്ങനെ തലതെറിച്ച ആൺപിള്ളേരാണെന്നുണ്ടെങ്കിലും പെൺപിള്ളേരാണെന്നുണ്ടെങ്കിലും ഇവരെല്ലാം ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് ഓപ്പോസിറ്റുള്ള വളരെ പാവം പിടിച്ച നിഷ്കളങ്കരായിട്ടുള്ള ഒന്നും അറിയാത്ത ഏതെങ്കിലും ആൾക്കാരായിരിക്കും. എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള നമ്മൾ ആരുടെയും ലൈഫിലോട്ട് നമ്മൾ ഇടിച്ചു കയറുന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ സ്പൈ ക്യാമറ വെച്ച് ഒളിഞ്ഞു നോട്ടമൊന്നുമല്ല ഞാൻ നടത്തുന്നത്. എൻ്റെ ലൈഫിൽ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടം കാണുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനിത് പ്രധാനമായിട്ട് പറയാൻ കാരണം, ഒരു ലോയൽ പാർട്ട്ണർ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ എനിക്ക് വർക്കൗട്ട് ആവുന്നുള്ളത് ഒരു ഇച്ചിരി പാടാണ്, നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ പണ്ട്. ഇപ്പം ഈ നിലവിൽ നമ്മുടെ അമ്മമാരൊക്കെയാണ് ഏറ്റവും നിഷ്കളങ്കരായിട്ടുള്ള, വിശ്വസിക്കാൻ പറ്റുന്ന അമ്മമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിലത്തെ കഴിഞ്ഞുപോയി. ഇനി വരാൻ പോകുന്ന മാതാപിതാക്കൾ എന്നൊക്കെ പറയുമ്പോൾ സകലമായ ഉടായ്പത്തരങ്ങളും അറിയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. എല്ലാ തരത്തിലുള്ള ഉടായ്പത്തരം അവർക്ക് അറിയാൻ പറ്റും. ആലോചിച്ച് നോക്കണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ജസ്റ്റ് റിവേഴ്സ് ജെൻഡർ. അതായത് ഇപ്പം ഈ പെൺകുട്ടിയാണല്ലോ എനിക്കിവിടെ പ്രപ്പോസൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് പ്രപ്പോസ് ചെയ്തു, അല്ലെങ്കിൽ ആ രീതിയിൽ. അതേ സമയത്ത് അവിടെ പെൺകുട്ടിക്ക് പകരം ഒരു ആൺകുട്ടിയാണ്, ഒരു പുരുഷനാണ് ഇങ്ങനെ മെസ്സേജ് അയച്ചെങ്കിൽ ആ സ്ക്രീൻഷോട്ട്, ആ ഒരു ചാറ്റ് കാണിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ട് പൊലിപ്പിച്ച് അയാളെ ഇൻസൾട്ട് ചെയ്ത് എന്തുമാത്രം അയാൾ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ പോക്സോ കേസ്, അതായത് മൈനർ ആയിട്ടുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് എത്രയോ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരും അതിൽ പെട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്കറിയുന്ന ആൾക്കാരിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതി നിയമമാണല്ലോ, ഓപ്പോസിറ്റ് ജെൻഡർ ആൾക്കാരോട് അട്രാക്ഷൻ തോന്നും. ബട്ട് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടെ സകലമാന തെണ്ടിത്തരം കാണിച്ചിട്ട് ലാസ്റ്റ് ഈ പീഡന പരാതി കൊടുക്കുന്നത് മൈനർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മേജർ ആയിക്കോട്ടെ, മൈനർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അബോവ് 18 ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ കൂടെ കിടന്ന് സകലമാന പോക്കിരുത്തങ്ങളും കാണിച്ച് ഈ പീഡന പരാതി കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ ഈ പോക്സോ, ഞാൻ പറഞ്ഞ പോക്സോ, അതേപോലെ ഇങ്ങനെയുള്ള പീഡന പരാതികൾ, അതായത് രണ്ടുപേരുടെയും ഉപയ സമയത്തോടെ നടന്ന കാര്യം പിന്നീട് അത് പീഡനമായിട്ട് മാറുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. വേറൊരു ചെറിയ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഈ പരിചയപ്പെട്ടു 1ാമത്തെ ദിവസം മെസ്സേജ് അയച്ചു, 2ാമത്തെ ദിവസം ഫീലിംഗ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 3ാമത്തെ ദിവസം ഐ വാണ്ട് യു ടു ബി ഫോർ എവർ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. അടുത്ത ദിവസം ഇന്ന് ഞാൻ വെറുതെ മെസ്സേജ് നോക്കിയപ്പോൾ, സോറി വരുൺ, ഐ ഗോട്ട് എൻഗേജ് വിത്ത് സം അതർ പേഴ്സൺ. എന്തടാ അത്? ഇത്രയും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ പിറകെ അല്ലെ നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിന്നിൽ നടന്ന ആള് ഒരു രാത്രി കഴിയുമ്പോഴത്തേക്ക് സോറി വരുൺ, ഐ ഗോട്ട് എൻഗേജ് വിത്ത് സം അതർ പേഴ്സൺ എന്നും പറഞ്ഞിട്ട് അയാളുടെ ഇടയ്ക്ക് പോയി. ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ വേറൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഗ്രേറ്റ് തിങ്സ് ടേക്സ് ടൈം. അതേപോലെ തന്നെ ഈ എളുപ്പം വീഴുന്ന സാധനങ്ങളെല്ലാം തല്ലിപ്പൊളിയായിരിക്കും. ചീപ്പ് തിങ്സ് അട്രാക്ട് മോർ. സമയത്ത് അത്യാവശ്യം വിലപിടിപ്പുള്ള മൂല്യമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി സമയം എടുത്തിട്ട് വീഴും. അപ്പോൾ ഇങ്ങനെ എളുപ്പം കൈക്കലാവുന്ന എന്തുണ്ടെങ്കിലും അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് പെണ്ണായിക്കോട്ടെ, എന്തും മാങ്ങാത്തുള്ളിയായിക്കോട്ടെ,